गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मं तस्मै ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2025 ഡിസംബർ 21 മുതൽ 27 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട് ധനു 6 മുതൽ 12 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ബുധനും ഭാഗ്യസ്ഥാനത്ത് ശുക്രനും രവിയും കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. വിരഹവും മനോദുഃഖവും ഉണ്ടാകും. ബന്ധനം, തൊഴിൽ പുരോഗതി, സന്തോഷം, കാര്യതടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. അർത്ഥനാശവും കാര്യതടസ്സവും ഉണ്ടാകാം. സന്താന പ്രാപ്തി ഉണ്ടാകും. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. അനുഭവ ഗുണവും കളത്ര സൗഖ്യവും വർദ്ധിക്കും. ശത്രുശല്യവും മനോദുഃഖങ്ങളും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്ത ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകേരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ബുധനും അഷ്ടമത്തിൽ ശുക്രനും രവിയും കുജനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായി അനുകൂലമായ കാലമായിരിക്കും. കളത്രസൗഖ്യവും ആഭരണലാഭവും ഉണ്ടാകാം. കുടുംബസുഖവും ശത്രുനാശവും പ്രതീക്ഷിക്കാം. ഉറക്കമില്ലായ്മ, മനോദുഃഖം എന്നിവ ഉണ്ടായേക്കാം. പലവിധ തടസ്സങ്ങളും വ്രണാദി രോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. അപകടങ്ങൾ, വീഴ്ച, ചതവ് എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭയം, തൊഴിൽ പുരോഗതി, ബന്ധുസമാഗമം എന്നിവ പ്രതീക്ഷിക്കാം. സർക്കാർ സംബന്ധമായ ദോഷാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകേരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ശത്രുസ്ഥാനത്ത് ബുധനും കളത്രസ്ഥാനത്ത് ശുക്രനും രവിയും കുജനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ഉദരരോഗങ്ങളും സഞ്ചാരക്ലേശവും ഉണ്ടാകാനിടയുണ്ട്. മൃഷ്ടാന്ന ലാഭം, അപകട സാധ്യത, ഭയം, അഭീഷ്ടസിദ്ധി എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. നയനരോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. ഭാഗ്യവർദ്ധനവ് അനുഭവപ്പെടും. വിദ്യാലാഭം ഉണ്ടാകും. കലഹപ്രവണത ഉടലെടുക്കും. ദാമ്പത്യ സൗഖ്യം കുറയും. സ്ഥാനഭ്രംശവും ധനനാശവും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി, സുബ്രഹ്മണ്യ പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാനപാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ബുധനും ശത്രുസ്ഥാനത്ത് ശുക്രനും രവിയും കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകളും ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സവും ഉണ്ടാകാനിടയുണ്ട്. ശത്രുശല്യവും രോഗാരിഷ്ടതകളും ഉണ്ടാകാനിടയുണ്ട്. യാത്രാക്ലേശം ഉണ്ടാകും. കർമ്മഗുണം കുറയും. കുടുംബകലഹത്തിന് സാധ്യത. ശത്രുക്കളുമായി രമ്യതയിലെത്തും. സ്വർണം വാങ്ങാനിടയുണ്ട്. രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം, ബന്ധനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ആഗ്രഹസാഫല്യം ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ദേവി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം, ആദ്യപാദം എന്നിവയാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ബുധനും പുത്രസ്ഥാനത്ത് ശുക്രൻ രവിയും കുജനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. മനപ്രയാസം വർദ്ധിക്കും. സഞ്ചാര തടസ്സം, ധനവരവ്, അഗ്നിഭയം, ബന്ധനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ജ്വരം, പുത്രദുഃഖം എന്നിവ ഉണ്ടായേക്കാം. ബന്ധുസമാഗമം ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. സ്ഥാനപ്രാപ്തിയും ഐശ്വര്യവും ഉണ്ടാകും. സന്താന ലാഭവും ബന്ധുഗുണവും പ്രതീക്ഷിക്കാം. നാൽക്കാലികൾക്കും ധനത്തിനും നാശമുണ്ടാകാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് ബുധനും സുഖസ്ഥാനത്ത് ശുക്രനും രവിയും കുജനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. എല്ലാ കാര്യങ്ങളിലും മന്ദതയും വഴിതടസ്സവും ഉണ്ടാകും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. തൊഴിൽ രംഗത്ത് അസ്വസ്ഥതകൾക്ക് സാധ്യത. ശത്രുശല്യം വർദ്ധിക്കും. ദുർജന സംസർഗവും ഉദരരോഗങ്ങളും ഉണ്ടാകാനിടയുണ്ട്. ഭയം, ദുഃഖം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം എന്നിവ പ്രതീക്ഷിക്കാം. മനോവിഷമം വർദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിര അവസാനത്തെ പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് ബുധനും സഹോദരസ്ഥാനത്ത് ശുക്രനും രവിയും കുജനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ആരോഗ്യപുഷ്ടിയും അലങ്കാര വസ്തുക്കളുടെ ലഭ്യതയും ഉണ്ടാകും. കാര്യവിജയം, ഭയം, സഞ്ചാര തടസ്സം, രോഗശമനം എന്നിവ പ്രതീക്ഷിക്കാം. വിജയങ്ങളും സന്തോഷവും ഉണ്ടാകും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. കുടുംബസുഖവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. ഐശ്വര്യവും ശത്രുനാശവും ഉണ്ടാകും. കാര്യവിജയം സിദ്ധിക്കും. ദോഷപരിഹാരാർത്ഥം ദേവീപ്രീതി വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും ജന്മത്തിൽ ബുധനും ധനസ്ഥാനത്ത് ശുക്രനും രവിയും കുജനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധനപരമായ ബുദ്ധിമുട്ടുകളും മുൻകോപവും ഉണ്ടാകും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. അനുഭവഗുണം വർദ്ധിക്കും. അരിഷ്ടതയും യാത്രാക്ലേശവും ഉണ്ടാകാം. ബന്ധുക്കളുമായി കലഹത്തിന് സാധ്യത. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. കർമ്മതടസ്സം, സുഖാനുഭവ യോഗം, ഭയം, ദുഃഖം എന്നിവയ്ക്കിടയുണ്ട്. നയനരോഗങ്ങൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ബുധനും ജന്മത്തിൽ ശുക്രനും രവിയും കുജനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യവും കോപവർദ്ധനവും ഉണ്ടായേക്കാം. ഭാഗ്യസിദ്ധി, ധനനഷ്ടം, കാര്യവിജയം, ഭയം എന്നിവ പ്രതീക്ഷിക്കാം. സ്വജനവിരഹവും രക്തരോഗവും ഉണ്ടാകാനിടയുണ്ട്. ശത്രുഭയവും വിദ്യാതടസ്സവും പ്രതീക്ഷിക്കാം. സൽക്കർമ്മങ്ങൾക്കായി യാത്ര പോകേണ്ടതായി വരും. കളത്ര സൗഖ്യവും മൃഷ്ടാന്നലാഭവും ഉണ്ടാകാം. മനപ്രയാസത്തിനിടയുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശ്രീകൃഷ്ണപ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി എന്നിവയാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ശുക്രൻ രവിയും കുജനും ലാഭസ്ഥാനത്ത് ബുധനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ഥാനപ്രാപ്തിയും നാൽക്കാലി ലാഭവും ഉണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭത്തിന് സാധ്യത കാണുന്നു. ശത്രുശല്യം വർദ്ധിക്കും. മധുരവാക്കുകളിലൂടെയുള്ള കാര്യസാധ്യത്തിനും കുടുംബസൗഖ്യത്തിനും ഇടയുണ്ട്. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. കാര്യതടസ്സം, വസ്ത്രലാഭം, ദുഃഖം, ഭാഗ്യസിദ്ധി എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളുണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരിട്ടാതി, മുക്കാൽ എന്നിവയാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ശുക്രനും രവിയും കുജനും കർമ്മസ്ഥാനത്ത് ബുധനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗശമനം ഉണ്ടാകും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. സന്തോഷം, അമിതമായ ചെലവ്, ഭാഗ്യസിദ്ധി, മാനക്ഷയം എന്നിവ ഉണ്ടായേക്കാം. അധികാരികളുടെ പ്രീതി നേടാനിടയുണ്ട്. ശത്രുനാശവും കളത്രസൗഖ്യവും ഉണ്ടാകും. സന്താന ഗുണവും സർക്കാർ ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാം. സുഖഭോജനവും ബന്ധുസമാഗമവും ഉണ്ടാകും. വിദ്യാതടസ്സം, വാക്കുപിഴ എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. ദോഷപരിഹാരാർത്ഥം ദേവീപ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ശുക്രനും രവിയും കുജനും ഭാഗ്യസ്ഥാനത്ത് ബുധനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗവും ധനനാശവും ഉണ്ടാകാനിടയുണ്ട്. കലഹപ്രവണത ഉടലെടുക്കും. തൊഴിൽ രംഗത്തെ അസ്വസ്ഥതകൾക്ക് സാധ്യത. ബന്ധുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യതടസ്സം, സന്താന ദുഃഖം എന്നിവയ്ക്ക് യോഗം കാണുന്നു. ദുഷ്പ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. സർക്കാർ ഗുണാനുഭവങ്ങൾ, ബന്ധുസമാഗമം, കാര്യതടസ്സം, ശയനസുഖം എന്നിവ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ധർമ്മശാസ്ത്ര പ്രീതി എന്നിവ വരുത്തുക.